പറ്റിക്കുകയാണ്. അപ്പൊ ഈ പറ്റിക്കുന്ന കൺസൾട്ടൻസികളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അത് വലിയ പ്രയാസം. ഞാനിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സബ് ഏജൻഷിപ്പിന്റെ എൻക്വയറി വരുന്നുണ്ട്. ഞാൻ ആർക്കും സബ് ഏജൻഷിപ്പ് ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല. വേറൊന്നും കൊണ്ടുമല്ല, നമ്മള് കുറെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയും ഇവിടുത്തെ സിസ്റ്റം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ വരെ പൈസ കാണിച്ചാണ് മോഹിപ്പിക്കുന്നത്. ആദ്യം ഒരു 50,000-30 ലക്ഷം ഒക്കെ ലോൺ എടുത്തിട്ട് അവര് അവിടെ പോയി അവിടുന്ന് അടയ്ക്കാൻ പറ്റാതെ അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി, ഇപ്പം എന്റെ കേസ് ആണെങ്കിലും ഞാൻ യൂണിവേഴ്സിറ്റി സ്റ്റാഫുമായിട്ടും അവിടുത്തെ ഒഫീഷ്യൽസുമായിട്ടും ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ്. കാര്യം അവരുടെ ഒഫീഷ്യൽ കൺസൾട്ടന്റാണ് ഞാൻ, അല്ലാതെ അവരുടെ സബ് ഏജന്റ് അല്ല. അപ്പൊ ഈ സബ് ഏജൻസീസിന് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സ്റ്റാഫിനെ സംബന്ധിച്ച് അവർക്ക് ടാർഗറ്റ് ഉണ്ട്. ഈ ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യാനായിട്ട് അവർക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഒക്കെ പാസ് ചെയ്ത് കൊടുക്കും. അങ്ങനല്ല അത് ചെയ്യേണ്ടത്. കാര്യം സ്റ്റുഡന്റിന്റെ ഫ്യൂച്ചറാണ്. പിന്നെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എങ്ങനെയും എനിക്ക് ഇവിടുന്ന് ചാടിയേ മതി എന്നുള്ളൂ, അങ്ങനല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഗൈഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എൻ്റെ ചാനൽ ഉണ്ട് ടെസ്റ്റ് യൂറോപ്പ് എഡ്യൂനെറ്റ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസും യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസും തമ്മിലുള്ള ഇന്റർവ്യൂസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റഗ്രാമിന്റെ ഡീറ്റെയിൽ പറയാമെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഇൻസ്റ്റഗ്രാം പേജ് ടെസ്റ്റ് യൂറോപ്പ് എഡ്യൂനെറ്റ് എന്നുള്ളതാണ്. നിങ്ങളത് ഫോളോ ചെയ്യുക. അതിൽ എൻ്റെ സ്റ്റുഡൻസും കൊളാബറേഷനുള്ള യൂണിവേഴ്സിറ്റിയും ഞാനും തമ്മിലുള്ള ഒഫീഷ്യൽ ഇന്റർവ്യൂസ് ആണ് അതിൻ്റെ അത് കിടക്കുന്നത്. ഡയറക്റ്റ് ഇൻഫർമേഷനാ പോകുന്നത്, പ്രൈമറി ഇൻഫർമേഷനാ പോകുന്നത്. അല്ലാതെ ഈ നമ്മളൊരു സ്റ്റാഫിനെ വെച്ചിട്ട് ഹലോ നിങ്ങൾ അവിടെ പോകുന്നോ, ഇവിടെ അങ്ങനത്തെ സിസ്റ്റം ഒന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. ഡയറക്റ്റ് ആയിട്ട് അവരുമായിട്ടുള്ള കാര്യങ്ങളും ഗൈഡൻസ്. കാര്യം ഓരോ മാസം കഴിയും തോറും അപ്ഡേഷൻസ് ആണ്, റെഗുലേഷൻ വ്യത്യാസം വരും. കുട്ടികൾ കറക്റ്റ് ആയിട്ട് പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അതിന്റെ 2 സബ്ജക്റ്റ് എന്നുള്ള ഒരു സബ്ജക്ട് ഫെയിൽ ആയാൽ തിരിച്ചുവിടും എന്നുള്ള രീതിയിലൊക്കെ ആക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു ഒഫീഷ്യൽ കൺസൾട്ടന്റിനെ സപ്പോർട്ട് സീക്ക് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ എബ്രോഡ് ആയതുകൊണ്ടും ലിത്വാനിയയിലായതുകൊണ്ട് തന്നെയും സ്റ്റുഡൻസ് ക്ലാസ്സിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. പേരൻസ് ഒക്കെ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ ഒരു സ്റ്റുഡന്റിന്റെ പേരന്റിനെ എനിക്ക് അറിയത്തുകൂടെ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ മോൻ ലിത്വാനിയ. ഞാൻ പറഞ്ഞ ലിത്വാനിയയിലാണ് എന്റെ സ്റ്റുഡന്റ് ആവാൻ സാധ്യത ഉണ്ടല്ലോ. പേര് പറഞ്ഞപ്പോ എന്റെ കുട്ടിയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അവനിപ്പോ ഗ്രാജുവേഷൻ ആകാൻ പോവാണ്. അപ്പൊ അങ്ങനെ നമ്മളെപ്പോഴും സ്റ്റുഡൻസും പേരൻസും ആയിട്ടും ഇന്ററാക്ഷൻ ഉള്ളതാണ്. അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. പിന്നെ നാച്ചുറലി കുട്ടികൾ അവിടെ വന്നു കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോൾ സെറ്റിൽഡ് ആകും, പാർട്ട് ടൈമിലേക്ക് കയറും, വണ്ടി എടുക്കും, ക്ലാസ്സിൽ പോയാൽ മതി. നിങ്ങൾ അസൈൻമെന്റ് കറക്റ്റ് ആയിട്ട് വെക്കുക. സ്പൂൺ ഫീഡിങ് ടെക്നിക്സ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആകും, വളരെ എക്സ്പെർട്ടൈസ് ആകും. ലാപ്ടോപ്പ് ഒക്കെ മസ്റ്റ് ആണ്. നമുക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി വേണം. ലാംഗ്വേജ് പ്രൊഫഷൻസി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. IELTS വേണ്ട യൂണിവേഴ്സിറ്റികളും വേണ്ടാത്ത യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് കമ്പൽസറി മസ്റ്റ് ആണ്. പറഞ്ഞ എന്തുകൊണ്ടാന്ന് പറയാം, ഇപ്പൊ +2 റിസൾട്ട് ഇപ്പൊ വരുവാൻ പോവാ. അപ്പൊ +2 റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഈ ഇൻടേക്കിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇനിയിപ്പോ ജൂൺ 1-ാം തീയതി ആകുമ്പോൾ മിക്ക യൂണിവേഴ്സിറ്റിയും ക്ലോസ് ആവും. 2025 ജൂൺ 1-ാം തീയതി. അടുത്ത ഇൻടേക്ക് ഉടനെ തുടങ്ങും. സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. കാര്യം ഫെബ്രുവരി 1-ന് നിങ്ങളുടെ ക്ലാസ് തുടങ്ങും. അപ്പൊ അതുകൊണ്ട് സെപ്റ്റംബർ 1, 2025 അതല്ലെങ്കിൽ ഫെബ്രുവരി 1, 2026 ആണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും താഴെ തന്നിരിക്കുന്ന എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. എലിജിബിലിറ്റി 55% മിനിമം. ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. അതുകൂടാതെ തന്നെ മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. കാര്യം യൂണിവേഴ്സിറ്റിയും സ്റ്റുഡന്റ് തമ്മിൽ മോട്ടിവേഷൻ ഇന്റർവ്യൂ ഉണ്ട്. എംബസി അല്ലെ മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ മോട്ടിവേഷൻ ഇന്റർവ്യൂ ഉണ്ട്.